ചെറിയ ചെറിയ തൈയിൽ തന്നെ കായ ഉണ്ടായി തുടങ്ങുമല്ലേ? ഇത് മക്കോട്ടദേവ് അങ്ങനെ ഈ ചെറിയ തേയില തന്നെ 1 ഇയറിൽ തന്നെ നമുക്ക് ഫ്ലവർ ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷോയിച്ചേട്ടൻ്റെ ഫാമിലാണ്. അപ്പോൾ ഷോയിച്ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് കൃഷിയെ പറ്റിയൊക്കെ ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ ഐറ്റമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഞങ്ങളിവിടെ ദുരിയാനാണ് മെയിനായിട്ട് ചെയ്യുക. അതുപോലെ മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ് ആട്ടോ. മലേഷ്യയിലാണ് ഇതിൻ്റെ ഒറിജിൻ. മലേഷ്യയിൽ ധാരാളം ഇത് കൃഷി ചെയ്തു പോരുന്നു. അവിടുത്തെ പാരമ്പര്യ വൈദ്യത്തിലൊക്കെ ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ പ്രമേഹം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാപ്പിക്കുരു പോലെയുള്ളൊരു കുരുവുണ്ട്. ആ കുരു കളഞ്ഞ് അരിഞ്ഞ് ഉണക്കി നമുക്ക് സൂക്ഷിക്കാം. ഒരു 7-8 പീസ് എടുത്തിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കരിങ്ങാരി വെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ച് കഴിഞ്ഞാൽ പ്രമേഹം വളരെ നന്നായി കുറയും. അതുപോലെ യൂറിക് ആസിഡ് വാല്യുള്ള ഒരു വാണിജ്യ കൃഷിയാണ് ദുരിയാൻ ഫ്രൂട്ടാട്ടോ. നമുക്ക് ഒരു 20 വർഷമായിട്ട് നമുക്ക് ദുരിയാൻ മരം നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ഒരു 20 വർഷം പഴക്കമുള്ള ദുരിയാൻ മരം. ദുരിയാൻ മരത്തിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. മലേഷ്യ ഫിലിപ്പീൻസിലൊക്കെയാണ് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്ത് പോരുന്നു. അപ്പോൾ ആളുകളൊക്കെ റബ്ബറൊക്കെ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ദുരിയാൻ കൃഷിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് ദുരിയാൻ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത ദുരിയാൻ പ്ലാന്റുകൾ ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതുപോലെ വലിയ തൈകൾ 7 അടി 8 അടി 9 അടിയൊക്കെ ഉയരമുള്ള വലിയ തൈകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആയിരിക്കുന്നതല്ലേ ഇതൊക്കെ? അതെ, ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ദുരിയാൻ്റെ വലിയ തൈകൾ കേട്ടോ. നമുക്ക് 8 അടി 9 അടി ഹൈറ്റുള്ള വലിയ തൈകളാണ്. മെഡൂസ പൈനാപ്പിൾ ആട്ടോ. ഇത് ആദ്യം ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ട് അതിൻ്റെ ഞെരിപ്പിൽ മുഴുവൻ 100 പൈനാപ്പിൾ മിനിമം ഉണ്ടാവും. ഇതൊക്കെ ഓരോ പൈനാപ്പിളായിട്ട് വരും കേട്ടോ. ഇതാട്ടോ ലിപ്പോട്ടി. ഇത് നമുക്ക് വൈനൊക്കെ കിട്ടാനായിട്ട് വളരെ നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇത് ലോങ് കണ്ട് ഒരുപാട് വെറൈറ്റി നമ്മുടെ കയ്യിൽ. സുർണാഞ്ചെറി. ഇത് ബ്ലാക്ക് കളറിലായിട്ടില്ല. ഇതിനി നല്ല ബ്ലാക്ക് കളറാവും. ചെറിയുടെ തന്നെ സ്വീറ്റാണ്. സ്വീറ്റ് അസറോള എന്നാണ് കേട്ടോ ഇതിനെ പറയാം. ലെമൺ വൈൻ. ഇത് തക്കാളി പോലെയാണ്. നമുക്ക് തക്കാളി പോലെ തന്നെ ചെറിയൊരു പുളി ഉണ്ടാവും. ഓറഞ്ചാണ്. ഗാഗ ഫ്രൂട്ടാണ് കേട്ടോ. നമുക്ക് ഈ പ്രായത്തിലൊക്കെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും. ഇത് കെസുസു ഫ്രൂട്ടാണ്. കെസുസു. ഇത് ഐസ്ക്രീം ബീനാണ് കേട്ടോ. നമുക്ക് ഇത് ഐസ്ക്രീം പോലെ ഉള്ളിൽ നമുക്ക് ഇതാ പൊട്ടിച്ച് വെച്ചാൽ ഉള്ളിൽ ചെറിയ ഫ്ലഷ് ഉണ്ടാവും. അത് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. മിറാക്കിൾ ഫ്രൂട്ടാണ്. നമ്മൾ പുളിയുള്ളത് എന്ത് കഴിച്ചാലും അതൊരു മധുരമാകും ആണ്. ഇത് കഴിച്ചതിന് ശേഷം കബോഡിയൻ വൈൽഡ് ഗ്രേപ്പ്. ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇത് നമുക്ക് തൊണ്ടോടുകൂടി തിന്നാൻ പറ്റും. തൊണ്ടോടുകൂടി. മക്കോട്ടദേവ നാം പറഞ്ഞല്ലോ, ഒരു കാപ്പിക്കുരു പോലത്തെ ഒരു കുരു അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് കളഞ്ഞ് അരിഞ്ഞ് സവാള അരിയുന്ന പോലെ അരിഞ്ഞ് അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു രീതി ഇങ്ങനെയാണ്. ഇതുപോലെ നമ്മൾ അരിഞ്ഞു. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 10 കിലോ അരിഞ്ഞ് ഉണക്കിയാലാണ് നമുക്ക് ഈ കാണുന്ന 1 കിലോത്തിൻ്റെ ബോട്ടിലുണ്ടാവുക. അതുപോലെ 1 കിലോ അരിഞ്ഞ് ഉണക്കുമ്പോഴാണ് ഇതുപോലെ 100 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലുണ്ടാവുക. ഇത് നമുക്ക് ഈ ബോട്ടിൽ ഇതേ ബ്രാൻഡിൽ നമുക്ക് ആമസോണിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നെറ്റിക്കാർഡെന്ന് സെർച്ച് ചെയ്താൽ മതി. NETTIKKADANS. നെറ്റിക്കാർഡൻസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആമസോണിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കും. ലൈറ്റ് ചായയുടെ കളറിൽ ഇങ്ങനെ വെള്ളം കിട്ടും. തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയിട്ട് നമ്മളിതാ ഇതുപോലെ വെള്ളം എടുത്ത് വെച്ച് കുടിക്കാനായിട്ട്. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചാലക്കുടിക്ക് അടുത്ത് മേലൂർ പുഷ്പരിയാണ് പ്രോപ്പർ സ്ഥലം. അത് നാഷണൽ ഹൈവേയിൽ നിന്ന് 7 കിലോമീറ്ററാണ് വരിക. മുരുങ്ങൂരിൽ നിന്ന് 7 കിലോമീറ്റർ, അതുപോലെ കൊരട്ടിയിൽ നിന്ന് 7 കിലോമീറ്റർ, ചാലക്കുടിയിൽ നിന്നാണെങ്കിൽ ഒരു 9 കിലോമീറ്ററിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഇവിടെയാണ് സാറിൻ്റെ ഫാം വരുന്നത്? അതെ, പുഷ്പേരി. അപ്പോൾ എല്ലാവരും വന്ന് സാറിൻ്റെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യുക.